ആര്യാടൻ ഷൗക്കത്തിന്റെ കുടുംബം വോട്ട് ചെയ്ത് ഇറങ്ങിയിരിക്കുകയാണ്. മൂത്ത മകളാണ് അല്ലേ? എന്താണ് പ്രതീക്ഷ? ഇപ്രാവശ്യം നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കും എന്നുള്ളത് തന്നെയാണ് നമ്മളെ പ്രതീക്ഷ. എല്ലാവരും നമ്മൾ പുറത്തിറങ്ങുമ്പോഴും നമ്മൾ നല്ലൊരു സപ്പോർട്ടാണ്. എല്ലാവരും ഒരു ഭയങ്കര ഒരു പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസാണ് നമുക്ക് കിട്ടുന്നത്. അത് ഇൻഷാ അല്ലാഹ് നമുക്ക് വോട്ടിലും കാണുന്നുള്ളൊരു പ്രതീക്ഷയിലാണുള്ളത്. ഇപ്പോ ഇത് നിങ്ങൾക്ക് എന്തായാലും ആദ്യത്തെ വോട്ടായിരിക്കില്ല. വല്യപ്പാക്ക് വോട്ട് ചെയ്തിട്ടുണ്ടോ? പിന്നെ വലിയപ്പാനക്കാണ് ഞാൻ ആദ്യം വോട്ട് ചെയ്തിട്ടുള്ളത്. വല്യപ്പാനെ ജയിപ്പിച്ച ആളാണ്. പിന്നെ ജയിക്കുന്നതാണ് പ്രതീക്ഷ. പിന്നെ എന്തായാലും ജയിക്കും, ഇൻഷാ അല്ലാഹ് ജയിക്കും എന്നാണ് വിചാരിക്കുന്നത്. എന്തൊക്കെയാണ് പോസിറ്റീവ് ഘടകങ്ങളായി കാണുന്നത്? ഇപ്രാവശ്യം എല്ലാവർക്കും ഇപ്പോൾ ഒരു 9 years ആയിട്ടുള്ള ഒരു ഭരണത്തിനോടുള്ള ഒരു ഇത് നമുക്ക് കാണുന്നുണ്ട്. അത് മാത്രമല്ല, പിന്നെ നമ്മൾ ഇത്രയും കാലത്ത് നമ്മളിവിടെ ഉണ്ടായിട്ടുണ്ട്. അതിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതെല്ലാം ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ആൾക്കാർക്ക് വളരെയധികം ബോധ്യമായിട്ടുണ്ട്. അത് ഏത് പാർട്ടിക്കാരുള്ളൊരു ബോധ്യം ഉണ്ട്. അതൊരു ഹെൽപ്പ് ആവും എന്ന് വിചാരിക്കും. ഇരട്ടക്കുട്ടികളാണ് രണ്ടുപേരും, MBBS സ്റ്റുഡൻസ് ആണല്ലേ? എന്താ നിങ്ങളുടെ ഒരു പ്രതീക്ഷ? എന്താ? എല്ലാവരും ഒന്ന് വോട്ട് ചെയ്യണം. എല്ലാവരും ഒന്ന് വോട്ട് ചെയ്താൽ വലിയ കുഴപ്പമുണ്ടാവില്ല. ഭൂരിപക്ഷം കൂടുന്നത് ആര്യാടൻ ഷൗക്കത്തിന് ഗുണകരമാവുന്നതാണോ? എന്തായാലും ആവും. ഇപ്പോൾ നിങ്ങളുടെ ഈ ഫ്രണ്ട്സ്, സ്കൂളിലൊക്കെ പഠിച്ച ഫ്രണ്ട്സ് ഉണ്ടാവും, പലരും പല ഭാഗത്താണ്. അവരെയൊക്കെ ഇങ്ങോട്ട് എത്തിക്കാൻ എന്തെങ്കിലും ശ്രമം നിങ്ങൾ നടത്തിയിട്ടുണ്ടോ? കുറേ നമ്മൾ പ്രവർത്തകർ തന്നെ കുറേ അറേഞ്ച്മെന്റ്സ് വരുത്തിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. പിന്നെ എല്ലാവരും മെസ്സേജ് ചെയ്തിട്ടുണ്ടേനോ, വിളിച്ചിട്ടുണ്ടേനോ, പിന്നെ കുറേ പേരെ പോയി കണ്ടിട്ടുണ്ടേനോ. വലിയ കുഴപ്പമുണ്ടാവില്ല. അതൊന്നും. നിങ്ങൾക്ക് എത്രാമത്തെ വോട്ടാ? ഇത് രണ്ടാമത്തെ വോട്ടാണ്. മുമ്പ് ലോക്സഭ ഇലക്ഷന് വോട്ട് ചെയ്തു, ഇപ്പോൾ രണ്ടാമത്തെ വോട്ട്. പ്രിയങ്ക ഗാന്ധിക്ക് വോട്ട് ചെയ്തു, അത് കഴിഞ്ഞ് പിതാവിന് വോട്ട് ചെയ്തു. എന്തായാലും കോൺഫിഡൻസ് ആണ്. എന്തായാലും ആര്യാടൻ ഷൗക്കത്തിന്റെ കുടുംബവും വലിയ പ്രതീക്ഷയിൽ തന്നെയാണ്. ഒരു ഉമ്മ കൂടി ഉണ്ട് ഇപ്പോൾ. അവരും വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് എല്ലാവരും ഉള്ളത്. ഇനി ആര്യാടൻ ഷൗക്കത്ത് 23-ാം തീയതിക്കായുള്ള കാത്തിരിപ്പിലാണ്.